പ്രിയപ്പെട്ടവരെ നമസ്കാരം. CPIM-ന്റെ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനം ഇപ്പോൾ കൊല്ലത്ത് നടക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് CPM എന്നതിനെക്കുറിച്ച് ആർക്കും സംശയമൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കേരളത്തെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പാർട്ടിയിൽ അംഗങ്ങളാരും മദ്യപിക്കില്ല എന്നൊരിക്കൽ പറഞ്ഞു, പിറ്റേന്ന് പറഞ്ഞു പാർട്ടി അനുഭാവികൾക്ക് മദ്യപിക്കാമെന്ന്, മൂന്നാമത് പറഞ്ഞു പാർട്ടി അംഗങ്ങൾക്ക് ബാറ് നടത്താൻ കുഴപ്പമില്ല, അവിടെ നിന്ന് കുടിക്കാതിരുന്നാൽ മതി. ഇങ്ങനെ ഇത്തരത്തിൽ വളരെ പരിഹാസ്യമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ബുദ്ധിജീവി എന്നാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ബുദ്ധിജീവി ഇത്രയും ആളുകളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ദേശീയ നേതാക്കളെങ്കിലും ഈ സമ്മേളനത്തിലെത്തി ജനങ്ങളോട് സീരിയസ് ആയ രാഷ്ട്രീയം പറയും എന്നാണ് നമ്മളൊക്കെ കരുതിയത്. പ്രകാശ് കാരാട്ട് ആണിപ്പോൾ CPM-ന്റെ ദേശീയ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്നത്. സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിന് ശേഷം ആ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇന്ന് പ്രകാശ് കാരാട്ട് CPM സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് നമുക്ക് കൂടുതൽ ചിരിക്കാനുള്ള വക നൽകുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ മോഡി സർക്കാരിന് ബദലാണ് കേരളത്തിൽ പിണറായി സർക്കാർ എന്നതാണ്. അത് വേണമെങ്കിൽ ആലങ്കാരിക അർത്ഥത്തിൽ എടുക്കാവുന്നതാണ്. അതേസമയം ഇന്ത്യയിൽ RSSനെയും BJPയെയും നേരിടാൻ CPM ഒറ്റയ്ക്ക് മതി എന്നുകൂടി അദ്ദേഹം പറയുമ്പോൾ, അതിന് കോൺഗ്രസിൻ്റെയോ മറ്റ് പാർട്ടികളുടെയോ ഒന്നും സഹായം ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് വലിയ കോമഡി ആയിട്ടാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏതൊരു മനുഷ്യനും, സാമാന്യ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കുകയുള്ളൂ. അദ്ദേഹം ബുദ്ധിജീവി ആയതുകൊണ്ട് അതിന് എന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. അത് നമുക്കറിയില്ല എന്ത് വ്യാഖ്യാനമാണ് ഉണ്ടാകുന്നത്. നമ്മളൊന്നും ബുദ്ധിജീവികളല്ലാത്തതുകൊണ്ട് നമുക്കാർക്കും അത് മനസ്സിലാവുകയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ആലോചിക്കുമ്പോഴാണ് ഇന്ത്യയിലുള്ള 543 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും CPM-ഉം BJPയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങളില്ല. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അനുസരിച്ച് പറഞ്ഞാൽ വേണമെങ്കിൽ പറയാവുന്നൊരു സ്ഥലം രാജസ്ഥാനിലെ സിക്കാറാണ്. രാജസ്ഥാനിലെ സിക്കാറിൽ CPM ഒറ്റയ്ക്ക് മത്സരിച്ചാൽ 50,000 വോട്ട് കിടക്കില്ല എന്ന് CPM-നും അറിയാം, എല്ലാവർക്കും അറിയാം. അവിടെ കോൺഗ്രസിൻ്റെ പിന്തുണയോട് കൂടിയാണ് ഏതാണ്ട് 70,000-ലധികം വോട്ടുകൾക്ക് CPM സ്ഥാനാർത്ഥി അമ്രാറാം വിജയിച്ചത്. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ 2 സ്ഥലത്താണ്, അതിൽ ഡിണ്ടിഗലും മധുരയുമാണ് CPM സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. കഴിഞ്ഞ ലോക്സഭയിൽ 2019 തെരഞ്ഞെടുപ്പിൽ CPM മത്സരിച്ചത് കോയമ്പത്തൂരും മധുരയുമായിരുന്നു. കോയമ്പത്തൂരിൽ ഇത്തവണ BJP സാധ്യതയുള്ള മണ്ഡലമായി കണക്കാക്കി അണ്ണാമലൈ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി DMK CPM-ൽ നിന്ന് ആ സീറ്റ് എടുക്കുകയാണ് ചെയ്തത്. പകരം DMK-യുടെ ശക്തി കേന്ദ്രമായ ഡിണ്ടിഗൽ കൊടുത്തു. അവിടെ CPM മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. അപ്പോൾ കോയമ്പത്തൂർ പോലുള്ളൊരു മണ്ഡലത്തിൽ പോലും BJPയെ തോൽപ്പിക്കാൻ CPM-ന് ശക്തിയില്ല എന്ന് DMK അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ പറയാവുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ CPI ആണ് സ്ഥാനാർത്ഥി ആയി മത്സരിച്ചത്. LDF-ന് വേണ്ടി. CPM തന്നെയാണ് അവിടെ വലിയ കക്ഷി. ഈ സിക്കാറും തൃശ്ശൂരും അല്ലാതെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഏതെങ്കിലും തരത്തിൽ CPM-ഉം BJPയും തമ്മിൽ മത്സരം നടന്നിട്ടില്ല. പലപ്പോഴും CPM വിജയിച്ച സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് SDPI സ്ഥാനാർത്ഥിയാണ് പരാജയപ്പെടുത്തിയത്, വേറൊരു സ്ഥലത്ത് DMK സ്ഥാനാർത്ഥിയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇങ്ങനെയുള്ളൊരു CPM ഇന്ത്യയിലാകെ 4 മണ്ഡലങ്ങളിൽ വിജയിക്കുന്ന, അത് തന്നെ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി DMK-യുടെ പിന്തുണയോടുകൂടിയൊക്കെയാണ് അതിൽ 3-ലും വിജയിച്ചത്. അങ്ങനെ ഒറ്റയ്ക്ക് ഒരു 5 സീറ്റ് പോലും ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിയാത്ത CPM ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നു. അവിടെ 250 വോട്ടുകളാണ് CPM നേടിയെടുത്തത്. നോട്ടയൊക്കെ വലിയ തോതിൽ നോട്ടയാണ് CPM-നെ പരാജയപ്പെടുത്തിയത്. അപ്പോൾ അത്ര ദുർബലമായി നിൽക്കുന്ന, അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത ത്രിപുരയും ബംഗാളും ഒക്കെയുള്ള CPM വലിയ വായിൽ വെല്ലുവിളിക്കുന്നത് എന്തിനാണ്? ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം അതല്ലല്ലോ തേടുന്നത്. CPM-നെ പോലുള്ളൊരു പാർട്ടി ഇത്തരം കോമാളികളാൽ അധപ്പതിച്ചു പോകാൻ പാടില്ലാത്തൊരു പാർട്ടിയാണ് യഥാർത്ഥത്തിൽ. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടൊരു കാര്യമില്ല എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് അതിൻ്റെ സംസ്ഥാന സമ്മേളനമൊക്കെ നടക്കുമ്പോൾ ഉള്ള ഓരോ നേതാക്കളുടെയും പ്രസ്താവന. എന്നാലും ഒരു കാര്യത്തിൽ ഒരു പോസിറ്റീവായ ഒരു കാര്യം പറഞ്ഞു. 3-4 ദിവസം മുമ്പ് MB ഗോവിന്ദൻ പറഞ്ഞത് ഇന്ത്യയിൽ ഫാസിസം വന്നിട്ടില്ല, ഇത് നവഫാസിസവുമല്ല ഇന്ത്യയിലുള്ളത്, അതുപോലുമല്ല എന്ന് പറഞ്ഞിരുന്നു. അത് ഇന്ത്യയിൽ ഫാസിസം വന്നിട്ടില്ല എന്നതിൽ കാരാട്ടിന് സംശയമില്ല. പക്ഷേ വന്നത് ഒരു നവഫാസിസമാണോ എന്ന് കാരാട്ടിന് ചെറിയ സംശയമുള്ളതായി കാരാട്ട് പത്രസമ്മേളനത്തിൽ പറയുന്നത് കേട്ടു. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ BJPയെ അല്ലെങ്കിൽ RSSനെ ഇന്ത്യയിൽ വംശീയതയിലൂടെ വേരോടിയ RSSനെ പരാജയപ്പെടുത്താൻ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കഴിയില്ല. അത് കോൺഗ്രസിനും കഴിയില്ല, CPM-നും കഴിയില്ല, CPIക്കും കഴിയില്ല, ഇന്ത്യയിലെ ഒരു പാർട്ടിക്കും കഴിയില്ല. സാധ്യമാകുന്നത് മതനിരപേക്ഷ ജനാധിപത്യ കക്ഷികളുടെ വിശാലമായ ധാരണയ്ക്കാണ്. ആ ധാരണയിലാണ് CPM സംസ്ഥാന സമ്മേളനത്തിൽ വന്നതിൻ്റെ ദേശീയ സെക്രട്ടറി ചുമതല വഹിക്കുന്ന കാരാട്ട് വെല്ലുവിളിക്കുന്നത്. ഈ കണക്കിന് പോയാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഉള്ള കേരളവും നഷ്ടപ്പെട്ടിട്ട് അവസാനം മോദി സർക്കാരിന് ബദൽ ആന്തൂർ മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് CPM എത്തും എന്നതിൽ സംശയമില്ല. ആ നിലയ്ക്കാണ് കാര്യങ്ങളുടെ പോക്ക്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ, മതേതര വിശ്വാസികളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഇത്തരം നടപടികളെ എതിർക്കുകയും വിശാലമായ സഖ്യം, അതിൽ കോൺഗ്രസും പ്രതിസ്ഥാനത്ത് തന്നെയാണ്. കോൺഗ്രസ് അടക്കമുള്ള CPM അടക്കമുള്ള DMK അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള മതനിരപേക്ഷ കക്ഷികളുടെ രാഷ്ട്രീയ ഐക്യം രൂപപ്പെടുത്തുകയാണ് വേണ്ടത്. ആ രാഷ്ട്രീയ ഐക്യം രൂപപ്പെടുത്താതെ ഓരോരുത്തരും പൊട്ടക്കിണറ്റിലെ തവള പോലെ മാറി നിന്ന് പ്രസ്താവന നടത്തിയിട്ട് ഞങ്ങളാണ് ശക്തി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല.
യഥാർത്ഥത്തിൽ CPM ഒക്കെ ഇപ്പോൾ ചെയ്യുന്നത് പൊട്ടക്കിണറ്റിലെ തവളയുടെ പ്രവൃത്തിയാണ്. അത് തിരുത്തിയില്ലെങ്കിൽ CPMൻ്റെ അന്ത്യമായിരിക്കും കേരളത്തിലും സംഭവിക്കുക എന്നത് അവർ ഓർത്താൽ അവർക്ക് നല്ലത്. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.